എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച, എന്നാൽ ഇന്നത്തെ പുതിയ തലമുറയിലെ പലർക്കും അജ്ഞാതമായ കഥകളാണ് ഈ ചാനലിലൂടെ പറയുന്നത്. അതുകൊണ്ട് കഥ കേൾക്കുവാൻ ഇഷ്ടമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ചെമ്പകശ്ശേരി രാജാവായിത്തീർന്ന ആ നമ്പൂതിരി വിവാഹം കഴിച്ചുകൂടി വെച്ചത് കുടമാളൂർ മഠത്തിൽ തന്നെയാണ്. ചെമ്പകശ്ശേരി രാജാവിന്റെ ഭവനത്തിനു മഠം എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂതിരി കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ഊരാൺമക്കാരനായിരുന്നു. അദ്ദേഹം തന്റെ ഭടന്മാരെ കൊണ്ട് കൊള്ളയും ഹിംസയും ചെയ്യിച്ച ഇല്ലങ്ങളിലെ നമ്പൂതിരിമാരും ആ ക്ഷേത്രത്തിൽ ഊരാൺമക്കാരായിരുന്നു. ഊരാൺമക്കാരായ നമ്പൂതിരിമാരെ അദ്ദേഹം ഇപ്രകാരം ദ്രോഹിക്കുക നിമിത്തം ശേഷമുള്ള ഊരാളരായ നമ്പൂതിരിമാർ കൂടി ഇദ്ദേഹത്തിന്റെ ഊരാൺമസ്ഥാനം വേണ്ടെന്നു വെക്കുകയും അദ്ദേഹത്തെ മേലിൽ ക്ഷേത്രത്തിൽ കടത്തിക്കൂടാ എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. എന്നുമാത്രവുമല്ല, പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂതിരിക്ക് കുമാരനല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ മതിൽക്കുപുറത്ത് മതിലിനോട് ചേർന്ന് ഒരു മഠമുണ്ടായിരുന്നത് ശേഷമുള്ള നമ്പൂതിരിമാർ തീവേപിച്ചു ഭസ്മമാക്കിക്കളയുകയും ചെയ്തു. ആ മഠമിരുന്ന പുരയിടത്തിന് ഇന്നും പുളിക്കൽ മഠത്തിൽ പുരയിടം എന്നാണ് പേർ പറഞ്ഞുവരുന്നത്. ചെമ്പകശ്ശേരി തമ്പുരാൻ ബ്രഹ്മചാരിയായിരുന്ന കാലത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ഊരാൺമക്കാരായ നമ്പൂതിരിമാരെ ദ്രോഹിക്കുകയാൽ കുമാരനല്ലൂർ ഭഗവതിയുടെ അനിഷ്ടം നിമിത്തം കാലാന്തരത്തിൽ അദ്ദേഹത്തിന് പലവിധത്തിലുള്ള അനർത്ഥങ്ങളുണ്ടായിത്തുടങ്ങി. അനർത്ഥമേതു ഭഗവതിയുടെ അനിഷ്ടമാണെന്നും അതിനു കുമാരനല്ലൂർ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ഒരാനയെ നടക്കിരുത്തുകയും ചെയ്താലല്ലാതെ നിവൃത്തിയുണ്ടാകുന്നതല്ലെന്നും പ്രശ്നക്കാർ വിധിക്കുകയാൽ തമ്പുരാൻ അപ്രകാരം ചെയ്യുന്നതിനായി കുമാരനല്ലൂർ ചെന്നുവെങ്കിലും അദ്ദേഹം മതിൽക്കകത്തു കടക്കുന്നതിന് ഊരാൺമക്കാരായ നമ്പൂതിരിമാർ അനുവദിച്ചില്ല. ഒടുക്കം ചെമ്പകശ്ശേരി തമ്പുരാൻ മതിൽക്കു പുറത്തുനിന്നു പ്രായശ്ചിത്തം ചെയ്യുകയും നടക്കിരുത്താനായി കൊണ്ടുവന്നിരുന്ന ആനയെ ഒരു പൊന്നുതലക്കെട്ട് കെട്ടിച്ചു മതിൽക്കകത്തേക്ക് അഴിച്ചുവിടുകയും ചെയ്തിട്ട് കുടമാളൂർക്ക് പോവുകയും ചെയ്തു. ആ തലക്കെട്ട് ഇന്നും കുമാരനല്ലൂർ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ട്. വിഷുവിന് കണിവെക്കാനും ഉത്സവകാലത്തും അത് പുറത്തെടുത്ത് ഉപയോഗിക്കാറുണ്ട്. അതിൽ ചെമ്പകശ്ശേരി വക എന്നു പേരു വെട്ടിയിട്ടുമുണ്ട്. ഇപ്രകാരം ആദ്യം അമ്പലപ്പുഴ രാജാവായിത്തീർന്ന മഹാന്റെ സീമന്തപുത്രനായിരുന്നു അമ്പലപ്പുഴ പൂരാടും തിരുനാൾ തമ്പുരാൻ എന്നു പ്രസിദ്ധനും സർവജ്ഞനുമായിരുന്നു ഗംഭീരമാനസൻ. അങ്ങനെ 4-5 തലമുറ കഴിഞ്ഞപ്പോഴേക്കും അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലേക്കായി. ഒടുക്കം ആ വംശത്തിൽ ഒരു തമ്പുരാട്ടി മാത്രം ശേഷിക്കുകയും ആ തമ്പുരാട്ടി 10-15 കൊല്ലം മുമ്പ് കുടമാളൂർ മഠത്തിൽ വെച്ച് തീപ്പെട്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെയുള്ളവർ വേലിയാങ്കോൾ എന്നൊരു നമ്പൂതിരിയുടെ ഇല്ലത്തുനിന്ന് ഇവിടെ ദത്തുകേറിയവരും അവരുടെ സന്താനങ്ങളുമാണ്. അമ്പലപ്പുഴ രാജാവിന്റെ സ്ഥാനം ഇപ്പോൾ വഹിച്ചുപോരുന്നത്, അതായത് ക്ഷേത്രകാര്യങ്ങൾക്കു മാത്രം തിരുവിതാംകൂർ മഹാരാജ തിരുമനസ്സിലെ പ്രതിനിധിയായിട്ടു കുടമാളൂർ തെക്കേടത്തു ഭട്ടതിരിപ്പാടവർകളാണ്.